നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. മലയോര ഹൈവേയിലെ നിർമ്മാണക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി കാളികാവ് പഞ്ചായത്ത് കമ്മിറ്റി പരാതി നൽകി. വാട്ടർ അതോറിറ്റി റോഡിൽ പൈപ്പ് ലൈൻ സ്ഥാപിച്ച് മണ്ണിട്ട് മൂടിയതാണ് റോഡ് പണി ഒരു ഭാഗം തടസ്സപ്പെടാൻ കാരണം. ഇതിനെതിരെയാണ് വെൽഫെയർ പാർട്ടി വാട്ടർ അതോറിറ്റി അധികൃതർക്ക് പരാതി നൽകിയത്. കാളികാവ് ജംഗ്ഷനിലെ മലയോരപാത പ്രവർത്തിക്കിടെ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉടലെടുത്ത റോഡ് നിർമ്മാണ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് വെൽഫെയർ പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട നിവേദനം വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് കാളികാവ് പഞ്ചായത്ത് വെൽഫെയർ കമ്മിറ്റി കൈമാറി. കമ്മിറ്റി പ്രസിഡന്റ് സി സൈനുദ്ദീൻ, ടി ബഷീർ, പി മഹസൂം എന്നിവർ നേതൃത്വം നൽകി. ജംഗ്ഷൻ ഭാഗത്ത് ചില പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വാട്ടർ അതോറിറ്റിയുമായിട്ടാണ് പ്രശ്നം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ സംബന്ധമായിട്ടുള്ള ആ പ്രശ്നത്തിന് കൊണ്ട് വർക്ക് തൽക്കാലം ഒരു സ്റ്റാഗ്നേഷനിൽ നിൽക്കുകയാണ്. വർക്ക് നടക്കുന്നുണ്ട്, പക്ഷേ ആ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൻ്റെ രണ്ട് ഭാഗത്തും ടാറിങ് നടക്കാതെ നടക്കുകയാണ്. അതിന് ഊരാളുങ്കൽ അല്ലെങ്കിൽ കിഫ്ബി പറയുന്നത് എന്താ വെച്ചാൽ, അത് വാട്ടർ അതോറിറ്റി അതിന് മതിയായ രീതിയിൽ സാങ്കേതിക വിദ്യയിൽ അവിടെ ഫില്ലിങ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ ടാറിങ് നടത്തുവാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വാട്ടർ അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ പാർട്ടി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മെമ്മോറാണ്ടം വാട്ടർ അതോറിറ്റി തിരുവാലിയിലുള്ള ഓഫീസിൽ പോയിട്ട് അവിടുത്തെ എഞ്ചിനീയറെ കാണാൻ പോവുകയുണ്ട്. എഞ്ചിനീയർക്ക് മെമ്മോറാണ്ടം സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിനീയർ വാക്കാൽ പറഞ്ഞ സംഗതി എന്താണെന്ന് വെച്ചാൽ, ആ രണ്ട് ഭാഗത്ത് ഒഴിച്ചുവിട്ട ഭാഗത്ത് ഫില്ല് ചെയ്യുവാൻ GSP എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്. അതിനുള്ള പൈസ അല്ലെങ്കിൽ അതിൻ്റെ സംഖ്യ ഞങ്ങൾ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഊരാളുങ്കൽ കോൺട്രാക്റ്റിന് കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഊരാളുങ്കൽ അതിൻ്റെ ഒരു കടലാസ് വർക്ക് ഇവർക്ക് കൊടുക്കണം. ആ കടലാസ് വർക്ക് ചെയ്യാതെ അവർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ആ പേപ്പർ ഇനിയും കിട്ടിയിട്ടില്ല. ആ ഒരൊറ്റ താമസം മാത്രമേ ഉള്ളൂ. അല്ലാതെ വാട്ടർ അതോറിറ്റി പൈസ കൊടുക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ കൊടുക്കാൻ വാട്ടർ അതോറിറ്റിയുടെ കൈവശം പൈസ ഇല്ലാത്തത് കൊണ്ടോ എന്നുള്ള കാര്യം അല്ല എന്ന് ഈ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഞങ്ങളോട് വാക്കാൽ പറഞ്ഞു. ഇത് സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ മെമ്മോറാണ്ടത്തിന് മറുപടിയായിട്ട് രേഖാമൂലം മറുപടി ഞങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ രേഖാമൂലം ഞങ്ങൾ മറുപടി കിട്ടിയാൽ അതുമായിട്ട് ഞങ്ങൾ ഊരാളുങ്കലിന്റെ കോൺട്രാക്ടറുടെ എഞ്ചിനീയർ അല്ലെങ്കിൽ കിഫ്ബിയുടെ എഞ്ചിനീയറെ അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഞങ്ങൾ കാണുകയും ഈ കാര്യങ്ങൾ തെര്യപ്പെടുത്തുകയും ചെയ്യും. ഇതാണ് ഈ ഒരു കാര്യത്തിലുള്ളത്. ഈ ഒരു സ്റ്റാഗ്നേഷനാണ് ഇപ്പോൾ നടന്നത്. പഞ്ചായത്ത് കമ്മിറ്റി കാളികാവ് പ്രദേശത്തുകാരുടെ വലിയൊരു പ്രയാസം എന്ന നിലക്കാണ് ഈ വിഷയത്തിൽ ഇടപെടാനുള്ള കാരണം ഉണ്ടായത്. കാരണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കാളികാവിലെ വ്യാപാരികൾ മൊത്തം കടയടച്ച് സമരം ചെയ്യുകയും, കാരണം അവർക്ക് ഒരുപാട് കടകൾ പൂട്ടുകയും ആളുകൾക്ക് റോഡിൽ വന്ന് സാധനങ്ങൾ വാങ്ങാനുള്ള വലിയ പ്രയാസമൊക്കെ ഉണ്ടായപ്പോഴാണ് അവർ ഇത്ര വലിയ സമരരംഗത്തേക്ക് ഇറങ്ങി. ആ സമരരംഗത്ത് ഇറങ്ങിയതിന് ശേഷം ഈ ഊരാളുങ്കലിന്റെ വർക്ക് വളരെ പെട്ടെന്ന് വളരെ നന്നായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തു. റോഡ് 1 വേ ഒക്കെ ആക്കി മാറ്റി വളരെ വേഗം വർക്ക് മുന്നോട്ട് പോയി. പക്ഷെ പിന്നെ കാണുന്നത് എന്താ വെച്ചാൽ, ആ വർക്ക് അവിടെ ഇട്ട് പ്രതിസന്ധി വന്നതാണ്. ഇത് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഈ വാട്ടർ അതോറിറ്റിയും ഇതിനിടെ പൈപ്പ് ലൈനിന് മുകളിൽ GSP ഇടുന്നതിന് വാട്ടർ അതോറിറ്റിയും റോഡ് കരാർ കമ്പനിയും തമ്മിൽ ധാരണയായിട്ടുണ്ട്. ഇതിനായി 1,90,000 രൂപ അനുവദിച്ചിട്ടുമുണ്ട്. ഉടൻ നിർത്തിയിട്ട ഭാഗം കൂടി പണി തുടങ്ങാനാകുമെന്നും കരാർ കമ്പനി അധികൃതർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.